ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിനാൽ സ്നേഹിക്കപ്പെട്ട എന്റെ മക്കളെ, നിങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിൽ എങ്ങനെ പരിശുദ്ധാത്മാവിനോടുകൂടി മുന്നോട്ടു പോകണമെന്ന് എന്റെ പ്രസംഗങ്ങളിലൂടെ, ധ്യാനങ്ങളിലൂടെ, അതുപോലെ യൂട്യൂബിലെ വീഡിയോകളിലൂടെ ഞാൻ നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഒരു രഹസ്യം ഞാൻ നിങ്ങളോട് പറയാത്തതുണ്ട്. ഞാൻ ചെറുപ്പത്തില് സ്കൂളിൽ പഠിക്കുമ്പോൾ സെമിനാരി ചേർന്നതിന് മുമ്പും പിമ്പും എനിക്ക് ഒത്തിരി തിന്മകളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം കരിസ്മാറ്റിക് ആയപ്പോഴാണ് യഥാർത്ഥ ഒരു പരിവർത്തനം എന്റെ ജീവിതത്തിൽ ഉണ്ടായത്. ഉദാഹരണമായിട്ട് മുൻകോപം, ഭക്ഷണത്തോടുള്ള അമിതപ്രിയം, പെരുംതീറ്റി, കപ്പയൊക്കെ പാത്രം നിറച്ചു കാണുമായിരുന്നു. അമ്മച്ചി പറയുമായിരുന്നു. സിഗരറ്റ് വലിക്കുക വീട്ടിൽ അമ്മ അനുവദിക്കില്ലായിരുന്നു. സെമിനാരിലും അനുവാദമില്ലായിരുന്നു. ഞാൻ മിഷനിൽ ചെന്നപ്പോൾ തുടങ്ങിയത് ആണ് സിഗരറ്റ് വലി. അപ്പൊ ഇതൊക്കെ ഒന്ന് മാറ്റണം. പിന്നെ ഒത്തിരി ദുരാശകള്, ജഡികാശകൾ. അപ്പോൾ എന്റെ ഹൃദയത്തെ ആകർഷിച്ച ഒരു വലിയ കാര്യമാണ് ഈശോയുടെ കുരിശ്. അത് എന്റെ അമ്മയുടെ മടിയിൽ വെച്ച് എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അമ്മച്ചിയാണ് എല്ലാം കുരിശിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിച്ചത്. അതിനുശേഷം കുരിശിനുള്ള ഭക്തി എപ്പോഴും എനിക്കുണ്ട്. ബൈബിളിലെ ചില വചനങ്ങൾ ആണ് എന്നെ അതിന് പ്രേരിപ്പിച്ചത്. ഉദാഹരണമായിട്ട് ഗലാത്യർക്കെഴുതിയ ലേഖനമാണ് ഉടനീളം എന്നെ പ്രചോദിപ്പിച്ചത്. ഗലാത്യർ അധ്യായം 3 വചനം 1 ഒരു ശകാര രൂപേണ പൗലോസ് പറയുന്നുണ്ട്, ഭോഷന്മാരായ ഗലീലിയക്കാരെ, യേശുക്രിസ്തു നിങ്ങളുടെ കൺമുമ്പിൽ ക്രൂശിക്കപ്പെട്ടിരിക്കവേ നിങ്ങളെ ആരാണ് ആഭിചാരം ചെയ്തത്? എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട ഭോഷനായ മഞ്ഞാക്കലച്ചാലെ കേരളീയരെ, ആരാണ് ക്രൂശിക്കപ്പെട്ട കർത്താവിന്റെ ഭക്തി, ഏത് പിശാചാണ് മന്ത്രവാദം ചെയ്തു മാറ്റിയത് എന്നാണ് അതിന്റെ അർത്ഥം. മറ്റൊന്ന്, ഗലാത്യർക്കെഴുതിയ ലേഖനം നിങ്ങൾക്കെല്ലാം അറിയാം, 2:20. ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. പിന്നീട് എന്നെ ഏറെ ആകർഷിച്ചു ഗലാത്യർ 5:24. യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിന്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. അതുപോലെ ഗലാത്യർ 6:24, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശിൽ അല്ലാതെ മറ്റൊന്നിലും മേന്മ ഭവിക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. അവനെ പ്രതി ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഈ ക്രൂശിക്കൽ എങ്ങനെ? പരിശുദ്ധാത്മാവിൽ പ്രേരിതനായപ്പോൾ എനിക്ക് മനസ്സിലായി, യേശുക്രിസ്തുവിനും ജീവിക്കുന്നു. ഇന്നും അവൻ മുറിയപ്പെട്ടവനാണ്. നമുക്കറിയാം, പൗലോസ്ലീഹയോട് ചോദിച്ചതുപോലെ, നീ എന്തുകൊണ്ട് എന്നെ വേദനിപ്പിക്കുന്നു? അതുപോലെ ഹെബ്രായർ 6:6 പറയുന്ന പോലെ ഇന്നും അവൻ വീണ്ടും ക്രൂശിക്കപ്പെടുന്നു. അപ്പൊ ആ ക്രൂശിക്കപ്പെട്ട ജീവിക്കുന്ന ഈശോ നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ ദുർമോഹങ്ങളെല്ലാം ഏറ്റെടുക്കുവാൻ. കാരണം 2020-25 വർഷങ്ങൾക്ക് മുമ്പ് ആ കാൽവരി വിരിമാറി തന്റെ സ്വന്തം ശരീരത്തിൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ തിന്മകളും ഏറ്റെടുത്തു. പാപങ്ങൾ, പാപത്തിന്റെ ശാപങ്ങൾ, പാപത്തിലേക്കുള്ള പരീക്ഷണങ്ങൾ, നമ്മുടെ ബലഹീനതകൾ, രോഗങ്ങൾ എല്ലാം. അത് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ
ഞാൻ ആ യേശുവിനെ ക്രൂശിതനെ ധ്യാനിച്ചുകൊണ്ട് ആ ക്രൂശിതന്റെ അടുക്കൽ ഇവയെല്ലാം സമർപ്പിച്ച് അതിനെയാണ് ഞാൻ കണ്ടുപിടിച്ച ഒരു വാക്കന്ന് ആണിയടിച്ച്, അതായത് എനിക്ക് അരിശമുണ്ട്, അത് ഈശോയുടെ കുരിശിൽ ശരീരത്തിൽ ആണിയടിച്ചു വയ്ക്കുക. ഈ ആണി പ്രാർത്ഥന ഞാൻ ഒറ്റയ്ക്ക് ചൊല്ലുമായിരുന്നു. അതെന്നെ ഒത്തിരി വിടുതൽ നൽകി അനുഗ്രഹിച്ചു എന്ന് പറയാൻ പറ്റും. എന്റെ അടുത്തുകൂടിയ ആധ്യാത്മിക മക്കൾക്ക് ഞാൻ നിർദ്ദേശിക്കുമായിരുന്നു. അനേകം പേർ എനിക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ സാധിക്കും. പിന്നീട് പറഞ്ഞു, അച്ഛാ, ആ പ്രാർത്ഥന തുടങ്ങിയ പിന്നെ എപ്പോഴും യേശു കേന്ദ്രീകൃതമായി പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിയുന്നു. പ്രത്യേകിച്ച് ക്രൂശിതനായ ഈശോയെ എപ്പോഴും കൺമുമ്പിൽ ഞാൻ കാണും. സങ്കടമോ വിഷമോ രോഗമോ ബലഹീനതയൊക്കെ വരുമ്പോൾ ഞാൻ ആ കുരിശിലേക്ക് അങ്ങ് തറക്കി വച്ചം പറഞ്ഞ പോലെ അതിന്റെ ഫലമായിട്ട് ഇപ്പോൾ എനിക്ക് ശാന്തതയിൽ പോകാൻ പറ്റുന്നു. ഇപ്പൊ എനിക്ക് പുകവലിയില്ല, എനിക്കിപ്പോൾ മുറുക്കില്ല, ഞാനിപ്പോ എന്റെ ഭാര്യയോട് ഭർത്താവിനോട് കോപിക്കുന്നില്ല, എനിക്ക് കൂടുതൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നു. ശാരീരികമായ ഏത് രോഗമോ വിഷമം വന്നാലും ഞാൻ ആ കുരിശിൽ തറയ്ക്കും. അപ്പോൾ എനിക്ക് വലിയ കൃപയാണ് കിട്ടുന്നത്. ആ പൗലോസ്ലീഹ 2 കൊരിന്ത്യർ അധ്യായം 12 വചനം 9 പറഞ്ഞ പോലെ എന്റെ കൃപ നിനക്ക് മതി. മുള്ളു മാറാനായി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞതാണ്, നമുക്കും ജീവിതത്തിൽ മുള്ളുകളുണ്ട്, കുരിശുകളുണ്ട്. ഇത് ഞാൻ ഈ പ്രാർത്ഥന കൊടുത്തവരെല്ലാം അവരുടെ സാക്ഷ്യങ്ങൾ ഒത്തിരി പറഞ്ഞു. നമ്മൾ ആനന്ദം മാറിയത്, ഭയം മാറിയത്, അപകർഷതാബോധം മാറിക്കിട്ടിയത്, എനിക്കും അങ്ങനെ മാറിക്കിട്ടുക നിങ്ങൾക്കറിയാമല്ലോ. അതുപോലെ തന്നെ തിരസ്കരണ അനുഭവങ്ങൾ മാറിക്കിട്ടിയത്, ഓരോന്നോരോന്നും ദുശീലങ്ങൾ തഴക്കങ്ങളൊക്കെ മാറിയത്. അപ്പോൾ എന്റെ പരിശുദ്ധാത്മാവി അടുത്തൊരു നാളിൽ തോന്നിച്ചു പറഞ്ഞു, അച്ഛൻ എന്തുകൊണ്ട് ഈ പ്രാർത്ഥന പരസ്യമായി കൊടുത്തുകൂടാ, ആവശ്യമുള്ളവർ അത് ഉപയോഗിക്കാനായിട്ട് എന്ന്. അതുകൊണ്ട് ആ പ്രാർത്ഥന ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പരിചയപ്പെടുത്തി തരികയാണ്. അതെങ്ങനെ ചൊല്ലണം എന്ന് പറഞ്ഞ ശേഷം ഞാൻ ആ പ്രാർത്ഥന നിർത്തി ചൊല്ലാം. ഇപ്പോൾ നിങ്ങൾക്ക് വേണേൽ എന്റെ കൂടെ പ്രാർത്ഥിക്കാം. അതിനുശേഷം വേണമെങ്കിൽ അത് എഴുതിയെടുത്ത് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഈ വീഡിയോ ഒന്നുകൂടെ കേട്ടാൽ മതി. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക്, ഒത്തിരി പേർക്ക്, കൂട്ടുകാർക്ക് കൊടുക്കുക. ഞാൻ ഇവിടെ ഒരു കാര്യം കൂടി പറയുന്നു. കഴിയുമെങ്കിൽ എന്റെ ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലിൽ അടിച്ച്. ഞാൻ നിങ്ങളോർക്കും പണം ഉണ്ടാക്കാൻ ഒന്നുമില്ല, എനിക്ക് പരസ്യ പരിപാടിയേ ഇല്ല. എന്റെ ഒറ്റ വീഡിയോയിൽ പോലും പരസ്യം നിങ്ങൾ കാണില്ല. എന്റേത് എന്റെ യൂട്യൂബിൽ, എന്റെ ചാനലിൽ. ആരുടെ അടുത്ത് വേറെ പല്ലുപിടുന്നിടത്ത് ഉണ്ട്. അപ്പോൾ എന്റെ യൂട്യൂബ്, എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ സ്വസ്ഥമായിട്ട് ആദ്യം മുതൽ അവസാനം വരെ ഒരു പരസ്യത്തിന്റെയും തടസ്സം കൂടാതെ നിങ്ങൾക്ക് കേൾക്കാനും കാണാനും ഇപ്പൊ ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ ഒന്നിച്ചു വിടാനൊക്കെ സാധിക്കും. അതുകൊണ്ട് പറഞ്ഞെന്നു മാത്രം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ധാരാളം പേർ ഈ പ്രാർത്ഥന ഉപയോഗിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പ്രിന്റ് ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കാം. അതിനുള്ള അവകാശവും ഞാൻ വിട്ടുതരുന്നു. ഏറെ പേർ ക്രൂശിതന്റെ മുമ്പിൽ തന്റെ എല്ലാ പ്രശ്നങ്ങളെയും ആണി തറച്ചു വെക്കണം, അതിൽ നിന്നും മോചനം നേടണം, കൃപ നേടണം എന്ന ഒറ്റ ആഗ്രഹമേ എനിക്കുള്ളൂ മക്കളെ. ഇനിയും ഇതിന് ആവശ്യമായിട്ടുള്ളത്, ആദ്യം ഈ പ്രാർത്ഥന മുട്ടുമേൻ നിന്നുകൊണ്ടൊരു കുരിശുരൂപത്തിന് മുമ്പിലാണെങ്കിൽ നല്ലത്. ഇനി അത് പള്ളിയിലോ അല്ലെ കപ്പേളയിലോ ഒക്കെ ആയിരിക്കാം. എന്നാൽ നിങ്ങൾക്കൊരു കുരിശുരൂപം ഉണ്ടെങ്കിൽ ആ കുരിശുരൂപത്തെ നോക്കിക്കൊണ്ട് ചൊല്ലാൻ സാധിക്കും. അതായത് ഈശോയുടെ ശരീരമുള്ള കുരിശ്, ഈശോയുടെ ശരീരമില്ലാത്ത കുരിശ് ഈശോയുടെ കുരിശാണെന്ന് സംശയിക്കണമല്ലോ. അപ്പോൾ ഈശോയുടെ തൂങ്ങപ്പെട്ട രൂപം നമ്മുടെ മലയാളത്തിൽ പറഞ്ഞാൽ. ഇനി ഇത് ഒരു വിഗ്രഹാരാധനയല്ല, നമ്മൾ പള്ളി രൂപങ്ങളൊക്കെ ഉപയോഗിക്കുന്ന വിഗ്രഹാരാധനയല്ല. അത് ഓർക്കുമ്പോൾ അതിന്റെ പിൻപിലെ വ്യക്തിയെ ഓർക്കാൻ. അപ്പോൾ പൗലോസ്ലീഹ ഗലാത്യർക്ക് ലേഖനത്തിൽ പറഞ്ഞ പോലെ നിന്റെ കൺമുമ്പിൽ ക്രൂശിതനായിരിക്കുന്നവനെ മാറ്റരുത്. അപ്പോൾ നിന്റെ കൺമുമ്പിൽ ആ ക്രൂശിതനെ കൊണ്ടുവരാനായിട്ടുള്ള ഉപാധി മാത്രമാണ് ഈ കുരിശുരൂപം. ഇത് വേണം നിർബന്ധമില്ല. നിനക്ക് ശാന്തമായി കണ്ണുകൾ അടച്ച് അന്തരാത്മാവിനെ തുറന്ന് ആ കാൽവരിയിലേക്ക് ആത്മന ചൊല്ലാമെങ്കിൽ
ഏറ്റവും നല്ലത്. അതിന് സഹായിക്കാനാണ് ഞാൻ പറഞ്ഞത് കുരിശുരൂപത്തിന് മുമ്പിൽ എന്ന്. അങ്ങനെ ആത്മന ആ കാൽവരി ചെന്ന് മാതാവിനോടുകൂടെ ആ യോഹന്നാനോടുകൂടെ ഭക്തസ്ത്രീകളോടുകൂടെ നിന്ന് ആ ക്രൂശിതനെ നോക്കുക. അവിടെ ഞാൻ പറഞ്ഞു, ഇത് പെട്ടെന്ന് ശരീരാന്ന് ചെല്ലുന്നൊരു പ്രാർത്ഥനയല്ല. നമ്മൾ ഈ കൊന്തയ്ക്കൊക്കെ നമ്മെ ആകാശം നിൽക്കുന്ന ആകാശം, അതല്ല. നിർത്തി അതിന്റെ അർത്ഥം മനസ്സിലാക്കി വേണം. അപ്പോൾ ഈ പ്രാർത്ഥനയിൽ ആദ്യത്തെ ഭാഗത്ത് ഞാൻ പറയും, കർത്താവേ, അങ്ങയുടെ ശരീരത്തിൽ എന്റെ എല്ലാ പാടുപീടുകളും പാപങ്ങളും ശാപങ്ങളും ഏറ്റെടുത്തുവല്ലോ. അപ്പോൾ എന്റെ മേൽ അങ്ങ് ആ എന്റെ മുറിവുകളെ എടുക്കണമേ. അപ്പൊ അവിടെ ഒരു നൃത്തമുണ്ട്. ഉദാഹരണത്തിന് ഞാൻ പറയും, ഇന്നും ജീവിക്കുന്നവനായ യേശുക്രിസ്തുവേ, അങ്ങയുടെ കുരിശിലെ മുറിവുറ്റ ശരീരത്തെ ഉറ്റുനോക്കി ഞാൻ ഈ പ്രാർത്ഥന ഇപ്പൊ ചൊല്ലുമ്പോഴും എന്റെ എന്ന് പറയുമ്പോൾ അല്പം നിശബ്ദമാവും. അപ്പോൾ നിന്റെ പ്രശ്നം അവിടെ തറയ്ക്കണം. എന്റെ കോപം, എന്റെ ദുർമോഹം, എന്റെ സ്വയംഭോഗം, അല്ലെങ്കിൽ എന്റെ വ്യഭിചാരാസക്തി, മദ്യപാനാസക്തി, എന്റെ പുകവലി ആസക്തി, എന്തുമാട്ടെ അവിടെ അങ്ങ് തറയ്ക്കാം. എല്ലാം കൂടെ തറയ്ക്കുന്നതിനേക്കാൾ നല്ല ഒന്നൊന്ന് തറയ്ക്കായിരിക്കാം. ഒന്നിച്ചു അടച്ചാലും കുഴപ്പമില്ല. സമയമെടുത്ത് ഒറ്റയ്ക്കാണ് പ്രാർത്ഥനയ്ക്ക് സമയമുണ്ടല്ലോ. ഓരോന്നും ആ ശരീരത്തിലെ മുറിവിലേക്ക് തറയ്ക്കുക. ഈശോയുടെ ശരീരത്തിൽ തറയ്ക്കണം. കുരിശെ തറച്ചാൽ പോരാ. ആ കുരിശിലാണ് അവ ഏറ്റെടുക്കപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ശാരീരിക രോഗമാണെങ്കിൽ ആ ശരീരത്തെ നോക്കി കാണാം 5000-ൽ പരം മുറിവുകൾ. കാലിന്റെയോ കൈയുടെയോ ആ മുറിവിലേക്ക് അങ്ങ് തറച്ചു വെക്കുക. അതാണ് ആവശ്യം. പിന്നെ ആ പ്രാർത്ഥന മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പറയും, പാപങ്ങളെയും പാപഹേതുക്കളെയും ഉപേക്ഷിക്കുന്നു. അതിനുശേഷം പറയും, അത് അങ്ങയുടെ ഹൃദയത്തെ, മുറിവുറ്റ ഹൃദയത്തെ, ചോരയും നീരും ഒഴുകുന്ന ആ ഹൃദയത്തെ ഉറ്റുനോക്കുന്നു. അപ്പൊ ഉറ്റുനോക്കണം. ആ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്, ആ ജീവജലവും ജീവാത്മാവും എന്റെ മേൽ ഒഴുക്കണമേ. ഒഴുക്കുന്നതായിട്ട് അനുഭവിക്കണം വിശ്വസിച്ചുകൊണ്ട്. അത് വലിയ ആണ്. അപ്പൊ അനുഭവത്തോടുകൂടി ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയായിരിക്കണം. എന്ന് പറഞ്ഞ് എന്റെ പ്രശ്നം സമർപ്പിക്കുമ്പോൾ ആ കുരിശുരൂപത്തെ നോക്കണം. എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലാണെങ്കിൽ അങ്ങനെ ആ കാൽവരി എപ്രകാരം ആ മാതാവ് നോക്കി നിന്നുവോ ആ മുറിവുകളിലേക്ക്, യോഹന്നാൻ നോക്കി നിന്നുവോ. യോഹന്നാനാണല്ലോ ഇപ്പാരി നമ്മോട് റിപ്പോർട്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ പ്രാർത്ഥന അനുഭവിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ആധ്യാത്മിക ഉയർച്ചയ്ക്ക്, ശാരീരിക രോഗശാന്തി എന്നതിനേക്കാൾ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ ഉണ്ടാവുക. പ്രത്യേകിച്ച് ഈ നാളുകളിൽ പിശാചിന്റെ ബന്ധനങ്ങൾ ഒത്തിരി ഉണ്ട്. അതുപോലെ തന്നെ ചുറ്റുപാടുള്ള ഒത്തിരി ടെൻഷൻ നമുക്കുണ്ട്. അതുകൊണ്ട് ഈശോയിൽ, ആ സ്നേഹത്തിൽ, ആനന്ദത്തിൽ പോകാൻ പറ്റുന്നില്ല. അപ്പൊ അതിനെയൊക്കെ അനുദിനം തറച്ചുപോയാൽ നല്ലതാണ്. തഴക്കദോഷമാണെങ്കിൽ ദിവസം 2 തവണയും 3 തവണയൊക്കെ ആ പ്രാർത്ഥന മനസ്സുകൊണ്ടോ കടലാശി നോക്കിയോ കുറെ കഴിയുമ്പം മനഃപ്പാടമാവും. പക്ഷെ മനഃപ്പാടമാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ആ ശീഘ്രം അങ്ങ് ചൊല്ലിവിടുക. നമ്മുടെ പല പ്രാർത്ഥനകളും ഈ ശീഘ്രത്തിൽ ചൊല്ലിവിടില്ല. പ്രാർത്ഥന ചൊല്ലുകയാണ്, പ്രാർത്ഥിക്കുകയല്ല. ഇത് പ്രാർത്ഥിക്കാനായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഉപദേശം തരുന്നത്. ഈ പ്രാർത്ഥന ഇപ്പോൾ ഞാൻ പറഞ്ഞു തരും. അതിനുശേഷം ഞാൻ ബൈബിളിലെ ചില അധ്യായം വാക്കുകളും പറയാം, നിങ്ങൾക്ക് പിന്നീട് ധ്യാനിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഉടൻ വിശ്വസിക്കണം. അത് എന്റെ കർത്താവിന്റെ കുരിശിൽ തറച്ചത് പോയി, എനിക്കത് കിട്ടി, എനിക്ക് വിടുതൽ കിട്ടി, സൗഖ്യം കിട്ടി, അനുഗ്രഹം കിട്ടി. അത് നിങ്ങൾ 1 യോഹന്നാൻ 5-ാം അധ്യായം 14-15 വായിക്കുന്നുണ്ടോ? അതായത് നിങ്ങൾ ചോദിക്കുന്നെല്ലാം അവിടത്തേക്ക് തരാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ നീ ചോദിച്ചത് നിനക്ക് ലഭിച്ചുവെന്നും നീ വിശ്വസിക്കുക. ഹല്ലേലൂയ. അത് നിങ്ങൾ കരിസ്മാറ്റിക്കൽക്കെല്ലാം നല്ലപോലെ അറിയാം. അപ്പോൾ ആ വിശ്വാസം ഉറപ്പിക്കണം. എന്നിട്ട് കർത്താവിനെ സ്തുതിക്കുക. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഭാഷാപരമുള്ളവര് ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കുക. എനിക്കൊരു ചെറിയ ഗാനം, സ്തുതി എൻ മനമേ എന്നൊരു പാട്ടോ, അല്ലെ നന്ദി ദൈവമേ ഒക്കെ എല്ലാം അറിയാവുന്ന കൊച്ചു പാട്ടുകൾ നിങ്ങൾക്കെല്ലാം അറിയാം. പാടുന്നതല്ല. ഇല്ലെങ്കിൽ ബൈബിൾ എടുത്തൊരു സങ്കീർത്തനം വായിക്കുക.
അത് ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം സാധിക്കുമെങ്കിലും സമയമുണ്ടെങ്കിലും. ഓക്കെ. പിന്നെ ഞാൻ തന്ന ബൈബിൾ ഭാഗങ്ങൾ ഈ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പായിട്ടോ ഇടയ്ക്കൊക്കെ ഒന്ന് ധ്യാനിക്കാനായിട്ട് ഈ പ്രാർത്ഥന ഉണ്ടാക്കി എടുത്തത് ഈ വചനങ്ങളിൽ കൂടിയാണ്. ഇത് ഞാൻ ഏറെ നാളായി ധ്യാനിച്ച്, അതുകൊണ്ടാണ് ഞാൻ എവിടെ പോയാലും അത് കുരിശുരൂപം കൊണ്ട് പോവും. ആ കുരിശും കഴുത്തെ കാണും. അതും ബെനഡിക്റ്റീൻ കുരിശ് എപ്പോഴും തലയണക്കീഴെ കാണും. കാരണം അതിന്റെ മഹത്വം, അതിന്റെ ശക്തി ഞാൻ അറിയുന്നു. ചിലപ്പോഴൊക്കെയാണ് എഴുന്നേൽക്കുമ്പോഴേ ഒരു മടി വരും, വേദനയാ മേത്ത് മുഴുവൻ, പോകാൻ കഴിയുമെന്ന് പ്രസംഗിക്കാൻ. വേറെ വല്ലവരും പോയി പ്രസംഗിക്കട്ടെ. അങ്ങനെ പിശാചി പറയുമ്പോൾ ഞാൻ ആ മടി അങ്ങ് സമർപ്പിക്കും. അപ്പോഴേ ഉത്സാഹം വരും. ചിലപ്പോൾ ശരീരം മുഴുവൻ ഈ ന്യൂറോപ്പതി പെയിൻ, എനിക്കറിയാം, ഈ വീൽ ചെയറിലിരിക്കുമ്പോൾ അത് ഭയങ്കര വേദനയാണ്. ഇങ്ങനെ സൂചി കൊണ്ട് കുത്തുന്ന പോലെ, ചിലപ്പം മാംസം പറിച്ചെടുക്കുന്ന പോലെ, അതെല്ലാം അങ്ങോട്ട് തറയ്ക്കും ഞാൻ. അപ്പൊ ശക്തി കിട്ടും. അത് വലിയൊരു ശക്തി. അതാണ് കൃപ എന്ന് പറയുന്നത്. ആ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകുന്നതാണ്. അപ്പോൾ ഈ പ്രാർത്ഥന അതെല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് അർത്ഥപൂർണമായി മനസ്സിലാക്കി വേണം. ഇപ്പൊ ഇത് എന്റെ കൂടെ ചൊല്ലൂ. അതിനുശേഷം മനസ്സിലാക്കി ശാന്തമായി പ്രാർത്ഥിക്കാനാണ്. അപ്പോൾ അനേകർക്ക് ഇത് കൊടുക്കാനും ആണ് ഞാൻ ഈ പ്രാർത്ഥന ഈ ഒറ്റമൂലി തരുന്നത്. ഞാൻ ഇതുവരെ സ്വന്തമായി ഉപയോഗിച്ചു. എന്റെ സ്വന്തമായുള്ള ആധ്യാത്മിക മക്കൾക്കും അടുപ്പമുള്ളവർക്കും കൊടുത്തു. ഞാൻ ലോകത്തിന് മുഴുവനായിട്ട് കൊടുക്കണമെന്ന് ആത്മാവ് പറഞ്ഞത് ആണ്. ശാന്തമാകൂ. കഴിയുമെങ്കിൽ കുരിശുരൂപമുണ്ടെങ്കിൽ നോക്കുക. ഇല്ലെങ്കിൽ മുട്ടുകുത്താമെങ്കിൽ മുട്ടുകുത്തുക. ഇല്ലെങ്കിൽ മനസ്സിൽ ക്രൂശിതനെ ധ്യാനിക്കുക. ഞാൻ പ്രാർത്ഥന നിർത്തി ചൊല്ലും. നിങ്ങൾക്ക് ആവർത്തിച്ചു ചൊല്ലാം, പിന്നീട് എഴുതിയെടുക്കാം. എന്റെ അകൃത്യങ്ങളും അതിക്രമങ്ങളും, എന്റെ അകൃത്യങ്ങളും അതിക്രമങ്ങളും, പാപങ്ങളും ശിക്ഷയും ശാപങ്ങളും, രോഗങ്ങളും പീഡകളും, കുറവുകളും ബലഹീനതകളും, സ്വന്തം ശരീരത്തിലെ മുറിവുകളിലൂടെ കുരിശിൽ തറച്ച് എനിക്ക് രക്ഷ നൽകിയ ഇന്നും ജീവിക്കുന്ന ദൈവപുത്രനായ യേശുക്രിസ്തുവേ, അങ്ങയുടെ കുരിശിലെ മുറിവിറ്റ ശരീരത്തെ ഉറ്റുനോക്കി എന്റെ അങ്ങയുടെ ശരീരത്തിലെ മുറിവുകളോട് ഞാൻ ചേർത്ത് വയ്ക്കുന്നു. വിടുതലും സൗഖ്യവും ശക്തിയും കൃപയും രക്ഷയും നൽകി എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പാപങ്ങളെയും പാപഹേതുക്കളെയും പിശാചിനെയും അവന്റെ പ്രവൃത്തികളെയും ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു. യേശുവേ, എന്റെ ഏക രക്ഷക, എനിക്കായി കുന്തത്താൽ തുറക്കപ്പെട്ട അങ്ങയുടെ ഹൃദയത്തെ ഞാൻ ഉറ്റി നോക്കുന്നു. എന്റെ രക്ഷയ്ക്കായി ചിന്തിയ അങ്ങയുടെ ചുടുരക്തവും ആത്മാവാകുന്ന തിരുജലവും എന്റെ മേൽ ഒഴുക്കണമേ എന്ന് യാചിച്ചുകൊണ്ട്, എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് ഉച്ചത്തിൽ ആർത്ത് വിളിച്ചു പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശു ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്. കർത്താവേ നന്ദി. എല്ലാത്തിനും സ്തോത്രം, സ്തുതിയും ആരാധന നൽകുന്നു. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി ദൈവമേ, നന്ദി ദൈവമേ,
നിത്യവും നിത്യവും നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ. നിത്യവും നിത്യവും നന്ദി ദൈവമേ. അങ്ങുരന്ന ദാനത്തിനായി നന്ദിയേകിടാം, അങ്ങുരന്ന സൗഖ്യത്തിനായി നന്ദിയേകിടാം. നന്മരൂപനേ നല്ല ദൈവമേ, നന്മരൂപനേ നല്ല ദൈവമേ. നന്ദി ദൈവമേ, നന്ദി ദൈവമേ. നിത്യവും നിത്യവും നന്ദി ദൈവമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് ഒരിക്കൽ കൂടി പറയുന്നു. ആദ്യ ഭാഗത്ത് എന്റെ എന്ന് പറഞ്ഞാൽ നിർത്തിയ സമയത്ത് നിന്റെ പ്രശ്നം ഈശോയുടെ കുരിശിൽ തറയ്ക്കണം. നോക്കിക്കൊണ്ട് ആ ഹൃദയത്തെ ഉറ്റുനോക്കുന്നു. ഞാൻ നിർത്തിയല്ലോ. ഉറ്റുനോക്കണം. അപ്പോൾ അനുഭവിക്കണം ആ രക്തവും ജലവും ഒഴുകുന്നത്. പിന്നെ പല പ്രാവശ്യം എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് ആവർത്തിച്ചു പറയണം. അപ്പോഴെല്ലാം മനസ്സിൽ കൊണ്ടുവരാൻ കഴിയും. വിശുദ്ധ തോമാശ്ലീഹ, നമ്മുടെ അപ്പസ്തോലൻ, എങ്ങനെ തിരുമുറിവുകളെ തൊട്ടുകൊണ്ട് അത് പറഞ്ഞുവെന്ന് മനസ്സിൽ കാണുക. ഈശോയുടെ മുറിവ് എവിടെയാണോ നിന്റെ പ്രശ്നം, ഏത് മുറിവിൽ വെച്ചോ ആ മുറിവിൽ ആത്മന സ്പർശിക്കുക. എന്റെ പല പ്രസംഗങ്ങളിലൂടെയും വീഡിയോയിലൂടെയും ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു ആധ്യാത്മിക മനുഷ്യൻ ഉണ്ട്. അപ്പൊ ആധ്യാത്മിക കൈകൾ കൊണ്ട് തൊടണം. ആധ്യാത്മികമായ ഹൃദയം തുറക്കുമ്പോൾ ആ ഹൃദയത്തിൽ നിന്ന് ചോരയും നീരും ഒഴുകും. ഈ അനുഭവം ഉണ്ടാവട്ടെ. ബൈബിൾ ഭാഗങ്ങൾ ഞാൻ പറയാണ്, അത് നിങ്ങൾക്ക് ധ്യാനിക്കാനും മനസ്സിലാക്കാനായിട്ട് തരികയാണ്. ഏശയ്യ 53 അധ്യായം 4-5 വചനങ്ങൾ. ഇശക്കിയേൽ പ്രവാചകൻ 36 അധ്യായം 25, 26, 27 വചനങ്ങൾ. സങ്കീർത്തനം 91, 14. യോഹന്നാൻ എഴുതിയ സുവിശേഷം 19 അധ്യായം 34 വചനം. ഗലാത്യർ അധ്യായം 2, 20. അധ്യായം 3, 1. അധ്യായം 5, 24. അധ്യായം 6, 24. 2 തിമോത്തി 2, 19. 1 പത്രോസ് 2, 24. ഇതും നിങ്ങൾക്ക് പിന്നീട് എഴുതിയെടുക്കാം. ഇവയൊക്കെയാണ് എന്നെ പ്രചോദിപ്പിച്ചത് ഇത്രയും കാലം ഇങ്ങനെ പ്രാർത്ഥിക്കാനും ഇങ്ങനെ കർത്താവ് ശക്തനായി മുന്നോട്ട് പോകാനും. സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ആ ബെല്ലൊന്ന് അടിക്കുക. നിങ്ങളെല്ലാവരെയും കർത്താവ് ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഈ പ്രാർത്ഥന നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കും നിങ്ങളുടെ സ്വന്തത്തിൽപ്പെട്ടവർക്കും പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ളവർക്കും അത് പ്രചോദകം ആകട്ടെ, അനുഗ്രഹപ്രദമാകട്ടെ. ഇതുവഴിയായി ഈ മോശമായ കാലത്ത് നമുക്ക് വിടുതലും അതുപോലെ നിർമ്മലവും പരിശുദ്ധവുമായി ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു ജീവിതം ജീവിക്കാം. ഞാൻ നിങ്ങളെ കർത്താവിന് അർപ്പിക്കുന്നു, ആശീർവദിക്കുന്നു. കർത്താവേ, ഈ പ്രാർത്ഥന ഇപ്പോൾ മനസ്സിലാക്കിയവർക്കും പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചവർക്കും അങ്ങയുടെ കൃപാവരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ഉത്ബോധനത്തിന്റെ ഒരു വീഡിയോ അല്ല, ഇതൊരു പ്രാർത്ഥന വീഡിയോ ആണ്. പ്രിന്റ് ചെയ്ത് ഇവിടെ കൈ കൊടുക്കാൻ എനിക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഓൺലൈനിലൂടെ കൊടുക്കുന്നു. എഴുതിയെടുക്കാനും പ്രിന്റ് ചെയ്യാനും അവർക്ക് കഴിയും. ഈശോയെ ഇവരോരോരുത്തരെയും ആ തിരുഹൃദയത്തിൽ അർപ്പിച്ച്, മാതാവിന്റെ വിമല ഹൃദയത്തിലൂടെ അർപ്പിച്ച് ഞാനിപ്പോൾ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.